നിങ്ങളുടെ നിറം ശരിയല്ല, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ എൻ്റെ മുമ്പ് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ശരിയാവും? ഈ ഭൂമിയിൽ സുന്ദരന്മാർ മാത്രമല്ലല്ലോ, അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികൾക്കും ഇവിടെ അതിജീവിക്കാനുള്ള അവകാശമില്ലേ? ഞാൻ ചോദിക്കുന്നത്, കലയെ മാത്രം കാണുമ്പോൾ അഗ്രസീവ് ആവുകയും ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ, സിനിമയെ പറയുമ്പോൾ അത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. സാറിൻ്റെ എല്ലാ ഫിലിമിലും ഭയങ്കര ടൈറ്റ് ഷോട്ട്സ് ആണ്, ഇവിടെയാണ് ഫ്രെയിം വരുന്നത്. അത് സഡൻ ഇമ്പാക്റ്റ് ഉണ്ടാവും നമുക്ക്. ഈ ടൈറ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. 3 കട്ടാണ് എടുത്തത്, ആർക്കും അറിയില്ല അത് എന്തെങ്ങനെയാണ്. അതാണ് ആ ഇമ്പാക്റ്റ് ഉണ്ടായത്. ചിന്താമണി കൊലക്കേസ്. ചിന്താമണി കൊലക്കേസിൽ പുതിയ സാധനമാണ് ഞാൻ സാജനോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പുതിയ സാധനം സാജൻ എഴുതിയും കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ഓൾറെഡി ഇപ്പോൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. എഴുതി സീൻ ബൈ സീൻ വെച്ചു. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ജോജു ആണ് പ്രൊഡ്യൂസർ. ഞങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ജോജുവിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ്. ഇദ്ദേഹം ആദ്യം എഴുതുന്ന ഒരു കുറച്ച് ഇമോഷൻ കണ്ടന്റ് കൂടിയ പടം. ഞാൻ മരിച്ച മോനെ അത് എനിക്ക് പറ്റില്ല സാജൻ, എനിക്ക് എനർജറ്റിക് ആയിട്ടുള്ള സാധനം തരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് പിടിച്ചു മേടിച്ചാണ് ഞാൻ. പഴയ നമ്മുടെ ഷാജി കൈലാസ്, AK സാജൻ കോമ്പോയിൽ വന്നിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ ഇതിലും ഉണ്ട്. ഞങ്ങളെല്ലാം പഴയ ആൾക്കാരല്ലേ, അപ്പോൾ പഴയ ആൾക്കാരെ വിട്ടിട്ട് പോകാൻ പറ്റും? ഒന്നാമത് ഞാൻ ഇമോഷണൽ സിനിമ ഒന്നും കാണാൻ വലിയൊരു എനിക്ക് പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് കരഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനാണ്. ആൾക്കാർ കരയുന്ന കാണുന്നത്. എനിക്കിങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇട്ടി. ക്രൂരത ചിത്രീകരിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ കാണുന്ന ത്രില്ലൊന്നും ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. ആ സമയത്തൊക്കെ ഷാജി ഭയങ്കര ഡിസ്റ്റർബ് ആവും. അത് എന്നെ നോക്കിയിട്ട് നമ്മളെല്ലാം എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, മറ്റേ എഴുതി വെച്ചോളും, ബാക്കിയുള്ള കഷ്ടപ്പാടാണ്. ഒരാളെ കുത്തി കൊല്ലുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ടെൻഷൻ. The most talked about writer-director combo, Shaji Kailas and AK Sajan. Welcome to Club FM. നമസ്തേ. പഴയ ഫോമിൽ ഒന്നുകൂടെ ഒരു വരവിലൂടെ തന്നെ. ഈ പഴയ ഫോം എന്നുള്ള സാധനം മാറ്റണം. അതോ? പഴയ ഫോമിൽ എപ്പോഴും ഫോമിലാണ്. ആണോ? എപ്പോഴും ഫോമിലാണ്. അതെ, എന്നാലും നമ്മുടെ വർക്കല്ലേ അത്. അതെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. മനോഹരമായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലേ എടുക്കുന്നത്. സ്ക്രിപ്റ്റ് നന്നാവുമ്പോൾ സീൻസും നന്നാവും. നമ്മൾ അതാണല്ലോ നമ്മളൊരു അദ്ദേഹം എന്തെഴുതുന്നു അതിനെ കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഷോട്ട് ബൈ ഷോട്ട്. അപ്പം നമ്മൾ അത് റീജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ശരി. അപ്പോൾ ഇത്തവണത്തെ വരവിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഷാജി കൈലാസിൻ്റെ ഒരു സിനിമയുടെ കഥ എഴുതുന്ന ഏത് എഴുത്തുകാരൻ്റെയും ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഒരു കടൽ പോലെ അത്ര വലിയ സിനിമകളായിരിക്കും. അപ്പം അതിനൊരു ക്യാൻവാസ് ഒരുക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ മാറിയ കാലത്തൊക്കെ ചിന്തിക്കുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. അപ്പോൾ നമുക്കങ്ങനെ എഴുതുമ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എന്നാൽ ഒരു വലിയ സിനിമ കാണാനായിരിക്കും പ്രേക്ഷകൻ വരുന്നത്. ആ വലിയ ക്യാൻവാസ് എഴുതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഈ കാലഘട്ടത്തിന് വേണ്ടുള്ള സ്പീഡും എന്നാൽ അതിന് പറ്റുന്നൊരു കഥയായിരിക്കണം. അപ്പോൾ ഇതിലൊരു അധികം പറഞ്ഞ പോലെ കഥയുണ്ട്, ഒരു കഥാപാത്രമുണ്ട്, ഈ പറയുന്ന ഒരു പ്രതീക്ഷിക്കുന്ന ഒരു വലിപ്പമുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴത്തേനും ജോജുവിൻ്റെ മറ്റേ ആൻ്റണി അല്ലെങ്കിൽ പണി അതിൻ്റെയൊക്കെ ഒരു എവിടെ ഒരു ഷെയ്ഡ് നമുക്കറിയായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ജോജു വേണം എന്നുള്ളത് ഫിക്സ് ചെയ്തിരുന്നു, അതോ പിന്നീട് പല നറേഷൻസ് ഉണ്ടായിരുന്നോ? അല്ലല്ല, എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോഴേ ജോജുവിൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഓക്കെ. ഇപ്പോൾ ആൻ്റണി പണി എന്നൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ ഒരു ഫേസ് അങ്ങനെ ഒരു പിരിമുറുക്കമുള്ളൊരു ഫേസാണ്. അപ്പോൾ അതിനെ ചിലപ്പോൾ കണ്ടേക്കാം, പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കഥയാണ്. ഇതൊരു ഹൈ റേഞ്ച് പ്ലേസിൽ നടക്കുന്ന മനോഹരമായിട്ട് ഇദ്ദേഹം ആദ്യം എഴുതുന്ന ഒരു കുറച്ച് ഇമോഷൻ കണ്ടന്റ് കൂടിയ പടം, കൂടിയൊരു സ്ക്രിപ്റ്റായിരുന്നു സാജൻ എഴുതുന്നത്, ആദ്യം എഴുതി വെച്ചത്. അപ്പോൾ ഞാൻ മരിച്ച മോനെ അത് എനിക്ക് പറ്റില്ല സാജ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇമോഷനായിട്ടൊന്ന് വർക്ക് ചെയ്യുക അതിൻ്റെ എല്ലാം ഡൗൺ ആയിപ്പോവും, എനിക്കത് പറ്റില്ല, എനിക്ക് എനർജറ്റിക് ആയിട്ടുള്ള സാധനം തരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് പിടിച്ചു മേടിച്ചാണ് ഞാനിത്. അല്ലാതെ നമുക്ക് അത് പറ്റത്തില്ല. എന്നാൽ അതൊരു പാറ്റേൺ, ആ പാറ്റേൺ എനിക്ക് ഒന്നാമത് ഞാൻ ഇമോഷണൽ സിനിമകളൊന്നും കാണാൻ വലിയൊരു എനിക്ക് പേടിയാണ്. അതൊക്കെ പേടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് കരഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ എനർജറ്റിക് ആയിട്ട് ഇട്ടി അങ്ങനത്തെ സാധനമാണ് ചെയ്യാൻ. പക്ഷേ ഞാൻ പാവമാണ്, ഞാരെ ഇടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എനിക്കിങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എനർജി സിനിമയിൽ ആ തിയേറ്ററിൽ ഇങ്ങനെ അനുഭവിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ സിനിമ എടുക്കുന്നത്. ഒരു പവർ പാക്ഡ് ഫീൽ കിട്ടണം. അത് ഫസ്റ്റിലോട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, എൻ്റെ ഒരു മനസ്സങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഇമോഷൻ തരില്ലേ, കൂടുതൽ തരില്ലേ, പടത്തിന് നമുക്ക് എഴുതാൻ പറ്റില്ല. കറക്റ്റ്, വാലിഡ് പോയിന്റ്. അതെ, അവരത് കറക്റ്റ് ഇമോഷൻ കറക്റ്റായിട്ട്
കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാനത് പരാജയമായിരിക്കും എന്ന് പറയുന്നത്, നിങ്ങളത് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ എനിക്ക് പരാജയമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇമോഷൻ എനിക്ക് പറ്റില്ല. ഒന്നാമത് ഈ ആ സീനിൽ ഇരുന്ന ഒരാൾ കരയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. അത് അതിൻ്റെയൊക്കെ പ്രോബ്ലം എനിക്കുണ്ട്. മറ്റേ പഴയ നമ്മുടെ ഷാജി കൈലാസ് AK സാജൻ കോമ്പോയിൽ വന്നിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഇതിലും ഉണ്ട്. നമ്മുടെ വാണി വിഷ്ണുനാഥ്, ബാബുരാജ് ഒക്കെ ഉണ്ട് ഇതിൽ. ഞങ്ങളെല്ലാം പഴയ ആൾക്കാരല്ലേ, അപ്പോൾ പഴയ ആൾക്കാരെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങളുടെ രീതി അവർക്കറിയാം. പുതിയ ജനറേഷനെ പറ്റിയല്ല, പുതിയ ജനറേഷൻ്റെ രീതി വേറെയാണ്. നമ്മുടെ അത് ഷായി സാർ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ഷോട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് അവർക്കറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ പെരുമാറും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈൽഡ് തോട്ട്സിൻ്റെ ആളാണ് AK സാജൻ. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കുറേ തോട്ട്സാണ് എന്ന് പറഞ്ഞാൽ ആ ട്വിസ്റ്റ്. ചിന്താമണിയൊക്കെ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ സീൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിനും മാറ്റം ഉണ്ടാവണം. അപ്പോൾ ഞാൻ സാജനത്തോട് ഇത് സാജൻ്റെ ഒരു വേറിട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ മേക്കിങ്ങിലും വേറിട്ടായിട്ട് നിൽക്കാൻ പോകുന്നത്. അതാണ് ഞാൻ എൻ്റെ ഡയറക്ഷൻ പോലും മാറ്റി ഷോർട്സ് എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്കത് ഒരു അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്ത എനർജി കിട്ടും. ഒരു പുതിയത് നമ്മൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഒരാളെ വിധിക്കപ്പെട്ട ഒരു ജഡ്ജി വിധിക്കപ്പെട്ട ഒരാളെ വിളിച്ചിറക്കി അയാളുടെ നീതി നടപ്പാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു അസാധ്യമായിട്ടൊരു സ്ക്രിപ്റ്റായിരുന്നു അത്. അപ്പം ഞാൻ അതാണ് സാജൻ്റെ ആരാധകനാണ് അങ്ങനത്തെ സ്ക്രിപ്റ്റിങ്ങിൽ. ഞാൻ ഫാനാണ് എന്ന് പറഞ്ഞാൽ വേറിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ സാജൻ്റെ കേസിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോമഡിയും അല്ലെങ്കിൽ ഫാമിലി ഡ്രാമയും സംവെയർ എവിടോ അതൊരു ഇൻ്റർലിങ്ക്ഡ് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ എഴുതുമ്പോഴൊക്കെ തന്നെ അങ്ങനെ ഇൻ്റർലിങ്ക്ഡ് കണക്ഷൻ ഉണ്ട്. പക്ഷേ ക്രൈം ഫയൽസ് എഴുതിയ ആളാണ് മീനത്തിൽ താലികെട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ടർഫ്ലൈസ് അല്ല, അത് ഞങ്ങൾ ആ കാലത്ത് ഇപ്പോൾ ഈ കിങ്ങും കമ്മീഷണറും ചിന്താമണി 6-ാം തമ്പനൊക്കെ എടുത്ത ആൾ തന്നെയല്ലേ പശുപതി കമ്പട്ടിക്ക് എടുത്തത്. അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് സിനിമയെ നമ്മൾ സിനിമയായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ജോണറൊക്കെ പിന്നെ ഇപ്പോൾ ഒന്നാണ് ജോണറായി തിരിച്ചു. അന്നത്തെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ കിട്ടുന്ന സബ്ജക്റ്റിനോട് നീതി നമ്മൾ എല്ലാ സിനിമയോടും നമുക്ക് പാഷനാണ്. ഇപ്പം ഹൊറർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഷാജി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സിനിമയുടെ ഒരു ടെക്നിക്കലും കാര്യങ്ങളും അതിൻ്റെ ഒരു ടെക്നോളജിയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എല്ലാ സിനിമയോടും നമുക്കൊരു പാഷൻ വരും. പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മളൊരു റൂട്ടിൽ നമ്മളിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നതും പ്രൊഡ്യൂസേഴ്സ് പ്രതീക്ഷിക്കുന്നതും. ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാജി പറഞ്ഞ പോലെ ഒരു വലിയ സിനിമയാണ്. അപ്പോൾ ആ വലിയ സിനിമയിൽ നമ്മളൊരു ചെറിയ വിഷയം അല്ലെങ്കിൽ ചെറിയ കാര്യം പറഞ്ഞ് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് തന്നെ ഒരു പ്രതികാര കഥയാണ്. പ്രതികാര കഥ എത്രയോ കഥകൾ മലയാള സിനിമയിൽ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പം എങ്ങനെ ചെയ്യുന്നു ആ പ്രതികാരം? ആ കഥാപാത്രം മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കഥാപാത്രമാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമയിൽ വന്നൊരു പ്രതികാര കഥ ഇന്നും അന്നും ഇതാ ഇവിടെ വരെ എന്നുള്ള സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാത്ത. കണ്ടിട്ടില്ല, കാണണം. ഞാൻ അതിൻ്റെ ഒരു റെഫറൻസ് ഈ കഥയിൽ വെച്ചിട്ടുണ്ട്. കാരണം ഒരു നാട്ടിൻപുറത്ത് ഒരു നഗരത്തിൽ നിന്ന് ഒരാൾ നാട്ടിൻപുറത്തേക്ക് വരികയാണ്. നമ്മൾ തിരിച്ചാണല്ലോ പറയുക, ഇപ്പോൾ എപ്പോഴും നഗരത്തിലേക്കാണല്ലോ കൊണ്ടുപോകുക. അത് അപ്പം ഞാനത് എഴുതാനിരിക്കുമ്പോൾ പത്മനാഭനാണ് സ്ക്രിപ്റ്റ്, പപ്പേട്ടനാണ്. അപ്പോൾ ആ റെഫറൻസാണ് നമ്മുടെ മുമ്പിൽ. ഇന്നും എനിക്ക് അത്രയും കഥകൾ എഴുതുമ്പോൾ ഞാൻ അവരുടെ കഥകളൊക്കെ ഓർക്കാറുണ്ട്. അത്രയും നമുക്ക് അവിടെ എത്താൻ പറ്റാറില്ല. അതൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള എഴുത്തുകാരൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അത് തന്നെയാണ് ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഒരു ഷാജിയെ കൈലാസിനെ വെച്ചുകൊണ്ട് ഷാജി നാട്ടിൻപുറത്തെ കഥകൾ ഗംഭീരമായിട്ട് എടുക്കുന്നത്. 6-ാം തമ്പുരാൻ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കഥയാണ്. ഒരു കണിമംഗലം ദൈവം സൃഷ്ടിച്ചൊരു ഗ്രാമമാണ്. അതേസമയത്ത് കിങ് എന്ന് പറയുന്നത് നഗരത്തിൽ ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾ തന്നെയല്ലേ. അതെ, നമുക്ക് ഇപ്പം ഒരു ഭയങ്കരമായൊരു അർബൻ കഥ, ഒരു ബ്യൂറോക്രാറ്റിൻ്റെ കഥയാണ് കിങ് എന്ന് പറയുന്നത്. ഈ കണിമംഗലത്ത് വരുമ്പോൾ അത് വേറെ ആംഗിളും ക്യാമറ ആംഗിളുകളൊക്കെ വേറെയാണ്. അപ്പോൾ ഇത് സിനിമയോട് പാഷനുള്ള ഒരു ഡയറക്ടർക്ക് ഈസിയാണ് ഏത് ജോണറിലും സിനിമ ചെയ്യാൻ പറ്റും. ജോണർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഷാജി ജോജു രണ്ടുപേരും കൂടി ഒന്നിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ കടലും ഒരാൾ അഭിനയത്തിൻ്റെ കനലുമാണ്. ഇത് രണ്ടിനെയും കൂടി കൂട്ടിമുട്ടിക്കുന്ന ഒരു എഴുത്ത് എനിക്ക് എഴുതിയേ പറ്റൂ. എന്നാൽ ഈ കാലഘട്ടം ചേരുന്നതായിരിക്കണം. ഇപ്പോൾ ഞാൻ പൊതുവെ പണ്ട് ശ്രദ്ധിച്ചുള്ള സിനിമ പറഞ്ഞാൽ സാറിൻ്റെ എല്ലാ ഫിലിമിലും ഭയങ്കര ടൈറ്റ് ഷോട്ട്സ് ആണ്. ഇവിടെയാണ് ഫ്രെയിം വരുന്നത്. ഇപ്പോൾ നരസിംഹ ആവട്ടെ, കിങ് ആവട്ടെ, എന്തെങ്കിലും ഒരു ഡയലോഗ് ഒരു മിഡ് ഷോട്ടിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ഡയലോഗ് പറയുമ്പോൾ പിന്നെ ക്യാമറ ഇവിടെയാണ്. അതെന്താണ് ഭയങ്കര ടൈറ്റ് ക്ലോസിനോട് എന്താണ് ഇത്രയും അത് സഡൻ ഇമ്പാക്റ്റ് ഉണ്ടാവും നമുക്ക്. ഈ ടൈറ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറുന്ന ഒരു സാധനമാണ്. അത് ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അത് 3 കട്ടാണ് എടുത്തത്. ആർക്കും അറിയില്ല അത് എന്തെങ്ങനെയാണ്. അന്ന് ഈ ഡിജിറ്റലല്ല, സിനിമയിലാണ്, ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നത്. ഫിലിമിൽ എഡിറ്റ് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ലിപ്പ് അങ്ങനത്തെ സാധനമാണ്. അത് നല്ലൊരു എഡിറ്റർ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ആ ഷോർട്സ് കറക്റ്റായിട്ട് എടുത്തു കൊടുത്തപ്പോൾ അയാൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തു. അതാണ് ആ ഇമ്പാക്റ്റ് ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു ഡയലോഗ് ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോകാം. അത് ലൂസ് ഫ്രെയിമിലായിരുന്നെങ്കിൽ
നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, അത് ഒരു ടൈറ്റ് ഫ്രെയിംസ് വയ്ക്കുന്നത് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ടൈറ്റ് ഫ്രെയിംസ്. ഇടിയൊക്കെ പറയുമ്പോൾ ടൈറ്റിലൊരു ഇടി ഇടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവും, ലൂസാവാൻ പാടില്ല. ഒന്നാമത് ഈ ഭയങ്കര മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ്, നമ്മൾ ഒരു അക്ഷരത്തിൽ പോലും സ്ക്രീനിൽ നിന്ന് അവരെ വിടരുത്. മനസ്സിലായി. ഈ ഓഡിയൻസിനെ അറ്റൻഷൻ അവിടെ തന്നെ ഗ്രിപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അല്ല അവിടെ എവിടെ പാളിച്ച പറ്റിയോ അത് പോയി. ഓഡിയൻസിനോട്ട് പടത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ അവർ വേറെ രീതിയിൽ ചിന്തിച്ച് കുഴപ്പമുണ്ടാക്കും. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒക്കെ പറയും, അയ്യോ അത് അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ എന്തിനാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ പിടിച്ചു വയ്ക്കുന്നത്. അങ്ങനത്തെ ഷോർട്സ് മേക്കിങ്ങിൽ കൊണ്ടുവരുന്നത് അതിന് വേണ്ടിയാണ്. എൻ്റെ പോളിസിയാണ്, വേറെ എനിക്കറിയത്തില്ല. അല്ല, ആക്ഷൻ പാക്കിൽ നോർമലി അണ്ടർസ്റ്റുഡ് ആണ് മറ്റേ ഇമ്പാക്ട്. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ ഡയലോഗ്സിലും ഇത് നോർമലി ഒരു കോൺവെർസേഷൻ സീൻസിലാവട്ടെ ചില പെട്ടെന്നായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഷാർപ്പ് ചെയ്ത് വരുന്നത്. എപ്പോഴെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഷാജി എന്തിനാ ടൈറ്റിൽ? അവർക്ക് തന്നെ പിടികിട്ടത്തില്ല എന്തിനാണ് എടുക്കുന്നത്. അതൊക്കെ എഡിറ്റ് ചെയ്ത് സിനിമ കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് ആ ഷോട്ട് എടുത്തത്. ഓക്കെ. ഇപ്പോൾ ആസ് എ ഫിലിം പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നത് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ്. പക്ഷേ എന്നാലും എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോഴത്തേനും ഒരു ഡയറക്ടേഴ്സ് ഡിസിഷൻ അവിടെ നടപ്പാവുന്നുണ്ട് ഏതൊരു സിനിമയുടെയും. പക്ഷേ അപ്പോൾ അതിൽ ഈ സമയത്ത് ഇപ്പോൾ റൈറ്റിംഗ് സൈഡിൽ ചിലപ്പോൾ എല്ലാ റൈറ്റേഴ്സിനും അത് ഓക്കെ ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഷാജി സാറിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഷാജി സാറിൻ്റെ പടം അല്ല വേറെ ഏതെങ്കിലും പടം ആവട്ടെ, എഡിറ്റിംഗ് ടേബിളിൽ ഡയറക്ടറിനെയാണ് ഫൈനൽ കോൾ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആസ് എ റൈറ്റർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഏത് പോയിന്റ് വരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് കൺവിൻസിങ് അവിടെ വർക്ക് ആവുമോ? അല്ല, നമ്മളിതൊരു വിശ്വാസത്തിൻ്റെ പുറത്തും വിശ്വസിച്ചല്ലേ ജയിക്കുന്നത്. ഇപ്പോൾ അൾട്ടിമേറ്റ് അതിൻ്റെ ഒരു തീരുമാനമെടുക്കുന്ന ഡയറക്ടറാണ്. ഒരു സിനിമയുടെ ഒരു ക്യാപ്റ്റനെ പാടുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്യാപ്റ്റന്മാർ വന്നൊന്ന് ഇത് ചെയ്യാവുന്ന ഒരു ചെയ്യാവുന്നൊരു ജോലിയല്ലല്ലോ ഇത്. അപ്പോൾ എന്ത് കാര്യത്തിനും ഇപ്പോൾ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൽ അൾട്ടിമേറ്റ് പറയുന്ന ആരാണ്? അല്ല, ഞങ്ങൾ പറഞ്ഞാൽ പോലും എഡിറ്റ് ചെയ്യുന്നത് നിങ്ങളല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരാൾക്കാണ് അതിൻ്റെ ചുമതല കൊടുക്കും. അപ്പം ഈ സ്ക്രിപ്റ്റ് കണ്ടു, കഥ കേട്ടു, അഭിനയിച്ചു, എല്ലാ മെറ്റീരിയലും പുള്ളിയുടെ എഡിറ്റർ അല്ലല്ലോ മാത്രമല്ലോ തീരുമാനിക്കും, ഡയറക്ടറും കൂടി ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഫൈനൽ തീരുമാനം എടുക്കുമ്പോൾ സിനിമയുടെ നന്മയ്ക്കല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു എഴുത്തുകാരൻ്റെ ആംഗിളിലായിരിക്കും മാത്രമായിരിക്കും അത് കാണുന്നത്. അപ്പോൾ അത് ശരിയാവണമെന്നില്ല. ശരിയാണെന്ന് ചടിച്ചുകൊണ്ട് നമ്മൾ വാദിക്കുന്നതിൽ അടുത്താണ് പ്രശ്നം. അതല്ല, ഡയറക്ടർ പറയുകയാണെങ്കിൽ ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ വിശ്വസിക്കുകയാണ്. അവസാനം ഫൈനൽ പ്രൊഡക്റ്റ് ആ പറയുന്നതായിരിക്കണം. വിജയവിഷമം ഉണ്ടെങ്കിലും പക്ഷേ ഡയറക്ടറിൻ്റെ വിഷമം അതത്ര ഇതുള്ള പ്രസക്തിയുള്ള കാര്യമല്ല. നമ്മുടെ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ. ചിലപ്പം അതിനായിരിക്കും കയ്യടി കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനായിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ സെൻറ്റിമെൻറ്റിലെ കാര്യം ശരിയാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു ജീവിതം പറയുമ്പോൾ ഒരു കുട്ടിക്കാലം കാണിക്കുന്നു, കുട്ടിക്കാലത്ത് അതൊക്കെ ഇന്നത്തെ കാലത്ത് എത്രമാത്രം വളരെ ലിമിറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഒരുപാട് സ്പൂൺ ഫീഡിങ് ആവശ്യമില്ല. പണ്ടത് വേണമായിരുന്നു, അങ്ങനെ മനസ്സിലായില്ല. അപ്പം നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഇതിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചൊന്ന് ഡോസ് കൂട്ടി എഴുതിയിട്ടുണ്ടാവും. അത് എത്രമാത്രം സ്ക്രീനിൽ ഇഴയുമെന്ന് അറിയുന്ന ഒരു ഡയറക്ടറാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പുള്ളി തമാശയ്ക്കാണ് പറഞ്ഞപ്പോൾ എൻ്റെ പടത്തിൽ അങ്ങനത്തെ ഒരു ഇഴച്ചിൽ ശരിയാണ്. ഒരു ഷാജി ക്ലാസ് പടത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഇഴയുന്ന ഒരു രംഗമോ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം പടം താഴോട്ട് പോകുന്നുള്ളൂ. അതേ സമയത്ത് അത് മറ്റൊരു സംവിധായകൻ്റെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. അതെ, ഇപ്പോൾ വരവ് സിനിമയിൽ ട്രെയിലർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, ട്രെയിലർ ടീസർ. അപ്പോൾ ട്രെയിലറിനകത്ത് നമുക്കറിയാം ഒരുപാട് പേർക്ക് കിഡ്ലൻ ഇൻട്രോസ് ഉള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 6 ഇൻട്രോയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കാണാനായിട്ട്? സിനിമയുടെ ഓവറോൾ അതാണ് നല്ലത്. ഇപ്പം നമുക്ക് ആരുടെ ഇൻട്രസ്റ്റ് അല്ല, ആ സിനിമ എങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ പറയുന്ന ഏത് പ്രോഡക്റ്റും കുറേ നല്ലത് പറയും, കുറേ ആൾക്കാർ ചീത്ത പറയും. അതൊക്കെ നമ്മൾക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളതിനെ വലിയൊരു ഇതായിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ എന്താണ് നമ്മുടെ പ്രൊഫൈൽ പ്രോഡക്റ്റ്സ് ഓൾറെഡി ദെയർ. അപ്പോൾ നമ്മളത് ടേബിളിൽ വയ്ക്കുകയാണ്, അല്ലെങ്കിൽ സ്ക്രീനിൽ വയ്ക്കുകയാണ്. അത് കുറേ ആൾക്കാർ വിമർശിക്കാം, കുറേ ആൾക്ക് സന്തോഷിക്കാം. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളത് എങ്ങനെയാണ് ഇതിൻ്റെ കച്ചവട സാധ്യത എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ വിമർശനങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം, ഇപ്പോൾ പണ്ടായിരുന്നു ഇപ്പോഴായിരുന്നു പിന്നെയും കുറച്ചുകൂടെ ക്രിറ്റിസിസം കൺസ്ട്രക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്? അല്ല, അത് എക്കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ പണ്ട് ചെയ്യുമ്പോൾ ഒരു പഴയ കോഴിക്കോടൻ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹമൊക്കെ അസാധ്യമായിട്ട് അന്ന് മാതൃഭൂമിയിൽ എഴുതുന്നതാണ്. ഒരാഴ്ച കഴിയുമ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. ഇന്ന് റിലീസ് ചെയ്ത അടുത്ത വെള്ളിയാഴ്ച ആ സാധനം വരത്തുള്ളൂ, എന്നുള്ള സിനിമ പേജിലേ വരത്തുള്ളൂ. അല്ല, ഇന്ന് പോകുമ്പോൾ ഇന്ന് രാത്രി തന്നെ വന്ന് ചീത്ത പറയുന്ന ആൾക്കാരില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ അത് പടത്തിനെ ബാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കാണാൻ പോകുന്നവർ വരെ അതൊരു അങ്ങനത്തെ മനസ്സോട് കൂടിയായിരിക്കും, ചിലപ്പോൾ മൈൻഡ് സെറ്റോട് കൂടിയും വരുന്നത്. നമ്മൾ പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റിനെ ആദ്യമേ പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ്. അവർ ഒരാഴ്ച കഴിയട്ടെ, അതുവരെ ഒന്ന് വിട്ടുകൊടുക്കും. ഏത് സിനിമയായിരുന്നാലും, ഇപ്പോൾ എൻ്റെ സിനിമ മാത്രമൊന്നുമല്ല, എല്ലാ സിനിമകളും ഒരാഴ്ചത്തേക്ക് കഴിഞ്ഞിട്ട് വിടും. നമ്മളൊക്കെ ഫസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ട സിനിമകളൊക്കെ ആദ്യത്തെ ദിവസമേ ഈ ഒരു വിമർശനം ഇല്ലെങ്കിലും ആദ്യത്തെ സിനിമയെ നമ്മൾ പറയും, അയ്യോ പടം പോയി കേട്ടോ, ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യമായി. നമ്മളെടുത്ത തീരുമാനം തെറ്റുമ്പോഴാണല്ലോ അവിടെ റിസൾട്ട് പരാജയപ്പെടുന്നത്.
അപ്പോൾ എടുത്ത തീരുമാനം സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇതിനകത്തൊരു പറയുന്നത് എനിക്ക് എത്രമാത്രം എൻ്റെ ശരിയാണോന്ന് എനിക്കറിയില്ല. നമുക്ക് ഇതിനകത്ത് ഈ പലരും പറയാറുണ്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്തു, പൈസ കൊടുത്തു, അതുകൊണ്ട് നമുക്ക് പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കറക്റ്റാണ്, സമ്മതിച്ചു. അതിന് നമ്മൾ വില വയ്ക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം പറയാമെന്നുള്ളതിലാണ്. ഇപ്പോൾ ആ സ്കെയിൽ വെച്ചാണെങ്കിൽ നമ്മളെതിരെ വരുന്ന മനുഷ്യനെക്കുറിച്ച് നമുക്ക് പറയാമല്ലോ. ഓക്കെ, നിങ്ങളുടെ നിറം ശരിയല്ല, നിങ്ങളുടെ മൂക്ക് ശരിയല്ല, നിങ്ങളുടെ ചുണ്ട് ശരിയല്ല, നിങ്ങളുടെ ചിരി ശരിയല്ല, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ശരിയല്ല, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എൻ്റെ മുമ്പ് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ശരിയാവും? ഈ ഭൂമിയിൽ സുന്ദരന്മാർ മാത്രമല്ലല്ലോ, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? അതുപോലെ തന്നെ എല്ലാ സൃഷ്ടികൾക്കും ഇവിടെ അതിജീവിക്കാനുള്ള അവകാശമില്ലേ? അപ്പോൾ ഈ നിരൂപണം നടത്തുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഞാൻ എൻ്റെ ഭാഷ എത്ര വരെ ആവാം. ഞാൻ ചോദിക്കുന്നത് ഇത് കലയെ മാത്രം കാണുമ്പോൾ അഗ്രസീവ് ആവുകയും ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ, സിനിമയെ പറയുമ്പോൾ അത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഫിലോസഫി വന്നിട്ടുണ്ട്. അല്ലേ, നമ്മളൊരു കലയെ ഒരു കലയെ നമ്മൾ ശരിക്കും നമ്മൾ കലയെ വിലയിരുത്തുകയാണോ തേജോവധം ചെയ്യുകയാണെന്നുള്ളതാണ്. ഈ കലയാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ പറയും ഞാൻ എൻ്റെ മാത്രം അഭിപ്രായം എന്ന് എടുത്ത് പറയുകയും ചെയ്യും. ഓക്കെ, ഇല്ലേ, ഇതെൻ്റെ മാത്രം അഭിപ്രായം, നിങ്ങളത് കേൾക്കണ്ട എന്ന് പറയും. എന്നിട്ട് പറയുന്നതെല്ലാം തന്നെ വളരെ രൂക്ഷമായ ക്രൂരമായ വാക്കുകളോടെയാണ് ഇതിനെ അധിക്ഷേപിക്കുന്നത്. അതിന് പറയുന്ന നായകൻ എന്താണ്, ഞാൻ ടിക്കറ്റ് കൊടുത്ത് എൻ്റെ പൈസ കൊടുത്ത് കണ്ടതാണ്, അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള അവകാശമുള്ളൂ, സമ്മതിച്ചു. ഇതേ രീതിയിൽ തിരിച്ച് ഈ പറയുന്ന ആളോട് ഞാൻ പറയുകയാണ്, നിങ്ങളെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാണാൻ, നിങ്ങളുടെ രൂപം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ നിറം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് എൻ്റെ കണ്ണിൽ നിങ്ങൾ വന്നു പോകരുത്, എനിക്ക് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു, കടന്നു പോകും എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാം ആയില്ലേ? അത് ഭീകര ക്രൈമല്ലേ? അതെ അല്ലേ? അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ എല്ലാം ഒരുപോലെയല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനെ അമ്മയൊക്കെ കുട്ടിയല്ലേ പറയുന്നത്? അപ്പോൾ ഈ ലോകത്ത് ഇത് അപ്പോൾ നമുക്ക് പറയാം, ഒരു എക്സ്റ്റെൻഡ് ഉണ്ട്. അതിനൊരു ഒരു സ്വയം വെക്കേണ്ട ഒരു അതിരുണ്ട്. അത് ഭാഷാപരമായും ചിന്താപരമായും നമ്മൾ അതിനൊരു അതിരുണ്ട്. അതിനാണ് നമ്മളൊരു ഇതിനകത്തൊരു ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സുജനമര്യാദ പറഞ്ഞു പാലിച്ചുകൊണ്ട് നമുക്കിത് പറയാം. ഇപ്പോൾ പണ്ട് സ്റ്റോപ്പ് വയലൻസ് എന്നുള്ള സിനിമ, ഇപ്പോൾ അന്നത്തെ മാർക്കുമായിരുന്നു വെച്ചാൽ അന്ന് വയലൻസ് അത്രയും മൂവീസ് വന്നിട്ടില്ല. അപ്പോൾ അന്നത് ഭയങ്കര സംഭവമായിരുന്നു, അതായത് ബ്ലേഡ് കടിച്ച് തുപ്പുക. അപ്പോൾ അന്ന് സാറിന് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കര ക്രിറ്റിസിസംസ് ഉണ്ടോ? ലൈക്ക് ഇപ്പോൾ മാർക്കോ ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം ഭയങ്കര വയലൻസ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് കമ്പയർ ടു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുമ്പോഴത്തേനും അന്ന് വന്നിട്ടുള്ള ക്രിറ്റിസിസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ഈ വയലൻസിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താ അറിയോ, ഒരേ സമയത്ത് വിമർശിക്കുകയും ചെയ്യും, അതിന് ആരാധനം കൂടുതലാണ്. ഈ വിമർശിക്കുന്നതെല്ലാം കണ്ട് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളി കാണുമ്പോൾ എവിടെയാണ് നമ്മൾ കൂടുതൽ സന്തോഷിക്കുന്നത്? ഇപ്പോൾ ഗോളടിക്കുന്ന 2 ടീമിനെയാണല്ലോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ കളിച്ചു തുടങ്ങുക. ഇതെല്ലാം ഇത്തരം കലകൾക്ക് ഇത്തരമുള്ള ഈ ഇപ്പോൾ യുദ്ധം ടി വിയിലിരുന്ന് കാണുന്നതിനാ, യുദ്ധ വാർത്തകൾ കൗതുകത്തോടെ കേൾക്കുന്നതിനാണ്. ഇതിൻ്റെ അകത്തെല്ലാം ഹിംസ എന്ന് പറയുന്നൊരു സംഭവം. ഹിംസയെ നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാം നമ്മുടെ ഉള്ളിലൊരു ഹിംസയുണ്ട്. അഹിംസയെക്കാടെ പറയുമെങ്കിൽ പോലും അതിനെ തൃപ്തിപ്പെടുത്താനുള്ള വാർത്തകളും ചിത്രങ്ങളൊക്കെ എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും അഹിംസയാണ്, അത് കാണരുത്, വയലൻസ് സിനിമയാണ് കാണരുതെന്ന് പറയും. ഇതിലെല്ലാം രഹസ്യമായിട്ടിരുന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നതാണ്. തലവെട്ടുന്ന കേസും കൊലപാതക കേസുകൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഹിംസയോടുള്ളൊരു പ്രതിപത്തി, ഒരു ആർത്തിയുണ്ട്. പിന്നെ സംസ്കാരമാണ് അവനെ അഹിംസയിലേക്ക് കൊണ്ട് നിർത്തുന്നത്. അത് വേണ്ട, അത് കാണണം. ഇത് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മൃഗം മുരളുന്നുണ്ട്, ഒരു ഹങ്കർ ഫോർ വയലൻസ് ഉണ്ട്. അത് ജന്മന മനുഷ്യൻ സംസ്കാരം കൊണ്ട് ആർജിച്ചെടുത്തതാണ് മറ്റേ പക്ഷേ ജനിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരുപക്ഷെ ആദ്യത്തെ സാമ്യം അല്ലെങ്കിൽ ആദ്യ മനുഷ്യൻ്റെ ആദ്യമുള്ള മനുഷ്യരുടെ മുഖഭാവം തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, ബീബൽസവും ഭയാനകവും ഒക്കെ ആയിരിക്കും. ഭയമായിരിക്കും ഒരുപക്ഷെ അവൻ്റെ മുഖത്ത് മനുഷ്യൻ്റെ ആദ്യത്തെ ഭാവം എന്ന് പറയുന്നത്. പ്രകൃതിയെ കണ്ടും പേടിച്ച് കാണും. പിന്നെ ഹിംസ അവൻ്റെ മുഖത്ത് കാണും. അവിടെ നിന്നാണ് പിന്നെ എത്രയോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് അവൻ അഹിംസയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പം വയലൻസിനോടുള്ള ആരാധന നമ്മൾ മഹാഭാരതം വർണ്ണിക്കുമ്പോഴൊക്കെ നമ്മൾ യുദ്ധത്തെക്കുറിച്ചാണ് വർണ്ണന, അത് കേൾക്കാനാണ് അല്ലേ. മറ്റേ ഗാന്ഡീവം വിട്ടു, മറ്റേത് വിട്ടു, മറ്റേത് അന്നത്തെ മിസൈൽ വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ പോലും അപ്പോൾ ഇതുകൊണ്ട് ഒരു ഇപ്പോൾ ഷാജി ക്ലാസ് സിനിമയായാലും ഒരു ജോർജ് സാർ സിനിമയായാലും ഒരു മറ്റേ ബാഹുബലി ആയാലും ഒക്കെ കാണുന്നതിൻ്റെ അകത്തൊരു വയലൻസ് നമ്മൾ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. പണ്ട് എനിക്ക് തോന്നുന്നു 8th പഠിക്കുമ്പോഴാണ് റെഡ് ചില്ലീസ് സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അന്ന് ഈ ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ടീസർ കട്ട്സ് അല്ലെങ്കിൽ ട്രെയിലർ കട്ട്സ് ഒക്കെ വരുമായിരുന്നു. അപ്പോൾ അന്ന് ലാലേട്ടൻ ഇങ്ങനെ സിംഗപ്പൂരിൽ മെർസിഡീസിൽ നിന്ന് ഇറങ്ങുന്നു, ഡയലോഗ് പറയുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെർട്ട് ആണ്. അപ്പോൾ അതിനകത്തെ ഡയലോഗ്സ് വരെ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പോയി അടിച്ചിട്ടുണ്ട്, OMR ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഒരു ആസ് എ മൂവി ഹോൾ അന്ന്
പ്രേക്ഷകർക്ക് വേണ്ട സാധനമല്ല കിട്ടിയിരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇതല്ല ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റൈലിലാവട്ടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തന്നെ അത് ഭയങ്കര സ്ട്രോങ് സാധനമായിരുന്നു. അപ്പോൾ പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ ഓക്കെ റെഡ് ചില്ലീസ് എവിടെ ആയിരിക്കും, എവിടെയാണ് അതിൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് ഉള്ളത് ചിന്തിച്ചിട്ടുണ്ടോ പിന്നീട്? അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങളുടെ കറക്റ്റാണ്, പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. അല്ല, അത് സംഭവം അതിൻ്റെ എഴുത്തിൽ വന്നപ്പോൾ 2 ദിവസത്തെ കഥാപാത്രമാണ് OMR. അല്ല, 2 ദിവസമല്ല, അത് ടെലിഫോൺ വഴി മാത്രമേ ഉള്ളൂ. ടെലിഫോൺ വഴി മാത്രമേ കഥാപാത്രം ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങൾ ലാലിനടുത്ത് സംസാരിച്ചത്. ടെലിഫോൺ വഴി ശബ്ദം മാത്രം മതി. അപ്പോൾ ഇല്ല, ആക്ച്വലി ലാലിന്റെ സൗണ്ടാണ് നമുക്ക് ചോദിച്ചത്. ഓ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ലാൽ പറഞ്ഞു വേണ്ട, ഞാൻ നേരിട്ട് വരാം, ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 2 ദിവസം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഏതൊരു ഇത് മാറി. മേജർ റിവ്യൂ ഇല്ല, സിംഗപ്പൂർ അവിടെ ചൈനയിൽ എവിടെ ഷൂട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ഒരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറി. അപ്പോൾ ഞാൻ ഫ്രീ ആണ് കേട്ടോ. അപ്പം ഞാൻ ഷാജ ഫ്രീ ആണ്, നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഷാജൻ പറഞ്ഞു ഞങ്ങൾക്ക് പിടിക്കാം. അങ്ങനെ പിടിച്ചു 9 ദിവസം ഷൂട്ട് ചെയ്തു. ശബ്ദം ചോദിച്ചു വന്ന് ശരീരം കൊണ്ട് 9 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ. അപ്പം നമുക്ക് കഥാപാത്രമൊക്കെ മാറണ്ടേ? അപ്പോൾ അതെല്ലാം മാറ്റിയില്ലേ? മനസ്സിലായി, എല്ലാം മാറി. എങ്ങനെ മാറി? അപ്പം നമ്മൾ ബേസ് പൊളിക്കുകയാണ്, ഫ്രെയിംവർക്ക് എല്ലാം പൊളിക്കുകയല്ലേ. ഇദ്ദേഹത്തിന് 9 ദിവസം കിട്ടിയപ്പോൾ നമ്മളത് മാറ്റിയപ്പോൾ ആ കഥാപാത്രത്തെ വലുതാക്കിയപ്പോൾ ബാക്കിയെല്ലാം കുറെ കട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഒരു റേഡിയോ കുറേ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നൊരു പ്രസ്ഥാനം, അതിലതിന് കുറേ കുട്ടികൾ ഒരു അപകടത്തിൽ പെടുമ്പോൾ അദ്ദേഹം മദ്രസിനായിരുന്നു കൊണ്ട് ശബ്ദം കൊണ്ട് മാത്രം അവരെ രക്ഷിച്ചെടുക്കുന്ന അതാണ് ആ കഥയുടെ നോട്ടെന്ന് പറയുന്നത്. നമ്മളതുകൊണ്ടാണ് സൗണ്ട് മാത്രം മതി. ലാൽ സാറിൻ്റെ സൗണ്ട് എല്ലാവർക്കും അറിയാലോ. അപ്പം അത് മതി. പക്ഷെ അത് മുമ്പോട്ട് ഞാൻ പറഞ്ഞു സിനിമയുടെ ആകസ്മികമായിട്ടുള്ള ചില ആക്സിഡൻറ്റുകൾ അതാണ്. നമുക്ക് ഡേറ്റ് കിട്ടിയാലും പ്രശ്നമാണ്. ശബ്ദം ആ സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് നീട്ടി കൊണ്ടുപോകണ്ടേ? അദ്ദേഹത്തിന് യൂസ് ചെയ്യേണ്ട സമയമല്ലേ, അദ്ദേഹം തന്നിരിക്കുകയാണ്, നിങ്ങൾ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഷാജി ക്ലാസ് സിനിമ ആയതുകൊണ്ട് അദ്ദേഹം ത്രില്ല അദ്ദേഹം ഡേറ്റ് തന്നതാണ്. അപ്പം അദ്ദേഹം വെറുതെ ഇരിക്കുന്നു. അപ്പം എന്നാൽ പിന്നെ ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ വിട്ടുപോയി. കാരണം ഇതിനകത്ത് ഈ കഥാപാത്രം എൻ്റെ മനസ്സിൽ ഇത് ശബ്ദമുള്ളൂ, പിന്നെ ഇത് വലുതാക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അത് ആ കഥാപാത്രമാണ് അതിൻ്റെ അകത്ത് വന്നപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, അത് എനിക്ക് നമ്മുടെ ക്ലബ് FM ക്ലബ് FM കറക്റ്റാണ്. 1 വർഷമായിട്ടുള്ള അന്ന് ക്ലബ് FM തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു ഞങ്ങളോട് ഷൂട്ട് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പം ഇവിടെയും കൊച്ചിയിലും തൃശ്ശൂരാണ് അതിൻ്റെ ഷൂട്ട് ചെയ്തത്. എനിക്കത് എഴുതുമ്പോൾ ഒരു ആദ്യമായിട്ട് ഈ ക്ലബ് FM റേഡിയോ FM സ്റ്റേഷൻസ് വരുമ്പോൾ ഞാനത് നമ്മൾ ഈ നേരത്തെ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് മനസ്സിൽ കണ്ടതാണ്. അപ്പോൾ എനിക്കന്ന് OMR മാതൃക ആളുണ്ട്. അതിപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയാറാണ്. ശരിക്കുള്ള OMR അദ്ദേഹം വലിയ ഭീകരനൊന്നും അല്ല, കള്ളക്കടത്തുകാരനൊന്നും അല്ല. പക്ഷേ ആ OMR അത് നിങ്ങളുടെ മുതലാളി ശ്രേയംസ് കുമാർ തന്നെയാണ് OMR. പേര് മനസ്സിലായല്ലോ. കേട്ടോ, ശ്രേയംസ് കുമാർ തന്നെയാണ് OMR. പക്ഷെ അദ്ദേഹത്തെ പോലെ കള്ളക്കടത്തുകാരനൊന്നുമല്ല. പക്ഷെ അന്ന് അദ്ദേഹം സ്റ്റൈലാണ്. അല്ലല്ല, അദ്ദേഹത്തിന്റെ അന്ന് ശ്രേയംസ് കുമാറിന്റെ സ്റ്റൈലുണ്ടല്ലോ, കുറച്ച് ബാരൽ ഓയിൽ സ്മഗിൾ ചെയ്ത് കളയുന്ന. അതെ അല്ല, അന്ന് ഈ ശ്രേയസ് അന്ന് ഭയങ്കര സ്റ്റൈലിഷ്, നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലും ആ ലുക്കും. സ്ഥിരം പത്രപ്രവർത്തനായിട്ടല്ല, ഒരു പത്രം. അപ്പൊ അത് എനിക്ക് തോന്നി അദ്ദേഹം പിന്നെ ശ്രേയസ്. അപ്പൊ ഞാൻ അതിന്ന് ഉരുട്ടി എടുത്താണ്. ദൈവമേ, ഓക്കെ. എന്നിട്ട് ഞങ്ങൾക്ക് പരാതി കിട്ടി. ഞാൻ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ വരുമ്പോൾ ക്ലബ് FM ആർജകൾ എല്ലാവരും കൂടെ ടീമായിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഞങ്ങളുടെ ക്ലബ് FM ഞങ്ങളെല്ലാം ഫ്ലേർട്ടാണോന്നോ, അതാണോ ഇതാണോ, നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഞങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളല്ല ഉദ്ദേശിച്ചത്. നമുക്ക് പറയുന്നില്ലേ നടിപ്പതാ, ഭയപ്പെടാ. അതെന്താ ഇപ്പോൾ നമുക്കൊരു മെറ്റീരിയൽ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ് വീട് കിട്ടുന്നത്. പക്ഷേ നമുക്കത് പറഞ്ഞ പോലെ എല്ലാവരും നമുക്ക് അങ്ങനെ അല്ല, അത് അത്രയും കണ്ടാൽ മതി. എൻ്റെ ഞാൻ ഇതിപ്പോൾ പറഞ്ഞോണ്ട് ചോദിക്കും, ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചാണോ? ബാബ കല്യാണി ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പ്രോജക്റ്റാണ്. അതെ. അതിങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്വാമി വിളിച്ച് ഇങ്ങനൊരു സബ്ജക്റ്റ് പറഞ്ഞു. എടോ, ഇങ്ങനൊരു ബാബ കല്യാണി എന്നൊരു സാധനമുണ്ട്. ഞാൻ ബാബ കല്യാണി എന്ന് കേട്ടപ്പോൾ നമുക്കൊരു പെട്ടെന്ന് അത് കൊള്ളാം, പുതിയൊരു ഐറ്റം അല്ലേ. ഞാൻ പറഞ്ഞു ആ ബോംബെയിലുള്ള അദ്ദേഹം ബാബ കല്യാണി. ഞാൻ പറഞ്ഞു ആ പേരെടുത്ത പുള്ളിക്ക് നീ അങ്ങ് ധൈര്യത്തിൽ പറയും. ഞാൻ ഉടനെ ആ സമയത്ത് ആന്റണി വിളിച്ച് പറഞ്ഞു, ആന്റണി ബാബ കല്യാണി എന്നൊരു പോലീസ് ഓഫീസർ ഒരു സാധനം വന്നിട്ടുണ്ട്, SN സ്വാമിയുടെ. ഞാൻ വേണമെങ്കിൽ വന്ന് പറഞ്ഞുതരാം, നമുക്ക് പിടിക്കാം ചേട്ടാ. ആന്റണി അങ്ങനെയാണല്ലോ, ഒരു ലാലിനൊരു സാധനം കിട്ടിയത്. അങ്ങനെ നമ്മൾ ഒരു കഥയുടെ ഒരു അംശം മാത്രമേ ലാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, അല്ല കഥ സ്ക്രിപ്റ്റൊന്നും ഇല്ല. അപ്പോൾ ഡേറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് തരാണ്. ഇന്നത്തെ പോലെ ഫുൾ സ്ക്രിപ്റ്റൊന്നും വായിക്കൊന്നുമില്ല. നല്ല ആ വിശ്വാസം എന്ന് പറയുന്നത് ഇവർ രണ്ടും കൂടെ ചേർന്ന്
അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെയാണ് ഈ ബാബാ കല്യാണി എന്നൊരു സാധനമുണ്ട്, പുതിയൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പെട്ടെന്നുണ്ടായ സാധനമാണ്. ഓ ശരി. അപ്പോൾ എത്ര നാളെടുത്തു ഈ നറേഷൻ ഈ കാര്യം പറഞ്ഞ നരൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അടുത്ത അദ്ദേഹം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദുബായി പോയപ്പോൾ ഞാൻ പറഞ്ഞു വയറൊക്കെ കുറച്ചേ പറ്റൂ, ഫുൾ യൂണിഫോമാണ്. അദ്ദേഹം അതിനുവേണ്ടി പാൽക്കഞ്ഞി മാത്രം കുടിച്ചു, വയറ് കുറയ്ക്കാൻ വേണ്ടി. ഭക്ഷണമില്ല, എല്ലാം കട്ട് ചെയ്ത്. ഞാൻ പറയും ബെൽറ്റൊക്കെ ഇട്ട് വയറ് ചാടി നിൽക്കരുത്, വയറൊക്കെ ഒന്ന് കുറച്ചേ പറ്റുള്ളൂ. അങ്ങനെ മിടുക്കനായിട്ടാണ് വന്നത്. അതിലല്ലേ മറ്റേ സ്റ്റണ്ടിൽ മറ്റേ ചാടുന്ന സാധനം അത് പുള്ളി ചെയ്യുമായിരുന്നു പണ്ടേ, റെസ്ലറല്ലേ, പുള്ളി ചെയ്യുമായിരുന്നു. ഞാൻ പറയും ഇപ്പോൾ അത് സാധനം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയും ചെയ്യാം, സ്റ്റൈലായിട്ട് ചെയ്തു കൊടുക്കണം. അങ്ങനെ പുള്ളി ചെയ്തതാണ്. ഇപ്പോൾ പൊതുവെ പറയാറുണ്ട് ത്രില്ലർ മൂവീസിനകത്ത് BGMs ഭയങ്കര ഹൈലൈറ്റ് ചെയ്യപ്പെടാറുണ്ട്, പക്ഷെ പാട്ടുകൾ അങ്ങനെ ഒരുപാട് ഓർത്ത് വെക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ സിനിമകളിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റ് സോങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷാജാൻ്റെ ഒരു പാട്ടിനെക്കുറിച്ച് ഞാൻ കേട്ടുള്ള 2 റൂമേഴ്സ് ഉണ്ട്. ഹരിമുരളീരവം പാട്ട് 6-ാം തമ്പുരാൻ, അതെ, ഒന്ന് ആ പാട്ട് ഡയറക്റ്റ് ചെയ്തത് പ്രിയദർശൻ സാറാന്ന് കേട്ടിട്ടുണ്ട്. 2 ആ പാട്ടിൽ വരുന്ന സുന്ദരി ഉർവശി ചേച്ചിയാണെന്നും കേട്ടിട്ടുണ്ട്. അല്ലല്ല, അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഹരിമുരളീരവം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3 ദിവസം ഞാൻ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫൈനലൊക്കെ എടുത്തു കഴിഞ്ഞു, ഇൻ ബിറ്റ്വീൻ മാത്രം എടുക്കാറുണ്ട് BGMസിൻ്റെ. അപ്പോൾ അപ്പോഴായിരുന്നു എൻ്റെ മകൻ ജനിച്ചത്. ഓ ഓക്കെ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വെളിയിൽ നിന്ന് സുരേഷ് കുമാറാണ് STD ബൂത്തിൽ പോയി ഇരിക്കുന്നത്, അവിടെ ഒരു കോള് വരുള്ളൂ. സ്റ്റുഡിയോക്കകത്താണ് ഷൂട്ടിംഗ് നടന്നിട്ട്. അപ്പോൾ സുരേഷ് കുമാർ പ്രൊഡ്യൂസർ, ഞാൻ ഹോസ്പിറ്റലിനകത്ത് കേട്ടുമ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞ് ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് വൈഫിനെ ഹോസ്പിറ്റലിലോട്ട് വിടുന്നത്, അച്ഛൻ അമ്മയുടെ കൂടെ. അപ്പോൾ അവരത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. എനിക്കൊരു ഇറങ്ങാനും പറ്റത്തില്ല, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ലാലിന് ഇത് കഴിഞ്ഞിട്ട് ലാലിന് അമേരിക്കൻ ടൂറുണ്ട്. അപ്പോൾ ഇത്ര ദിവസമേ ഉള്ളൂ, അത് തീർക്കണം ആ സോങ്. അപ്പോൾ ചെന്നൈയിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇതായി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ആൺകുട്ടി ജനിച്ചു എന്നുകൊണ്ട് ഇങ്ങനെ ലഡുവായിട്ടാണ് പുള്ളി കയറി വരുന്നത് ഫ്ലോറിൽ, AVM ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം തീർത്തേക്കാം. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ അപ്പോഴും വിളിച്ചിട്ട് കാര്യമില്ല, ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഷാജി രാവിലെ പോയിട്ട് വരൂ, കുട്ടിയെ കാണണ്ടേ, ആദ്യത്തെ കുട്ടിയല്ലേ. ഞാൻ പറഞ്ഞു പോവാം. ആ വർക്കിൻ്റെ ഇടയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് 3 ഷോട്ട്സ് എടുക്കണ്ടേ. അപ്പോൾ ഞാൻ പ്രിയനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഈ സീക്വൻസ് എടുത്തു തരണം. അങ്ങനെയാണ് BGM എടുത്തത്. ഉർവശി അങ്ങനെയൊന്നുമില്ല, ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു ഡാൻസർ കുട്ടിയാണ് ചെയ്തത്. അതെ, അപ്പോൾ അത് റൂമർ മാത്രം ആ പോർഷൻ മാത്രമാണ് എടുത്തത് പ്രിയൻ. ഓക്കെ. ജഗന്നാഥിൽ നിന്നാണ് പിന്നെ ജഗൻ വന്നത്. അതെ. സായൻ സാറിൻ്റെ കുറച്ച് സിനിമകൾ ഞാൻ പറയാം. ഇന്നാണെങ്കിൽ അത് ആരെ വെച്ചെടുക്കും എന്ന് പറയണം, പുതിയ ആക്ടേഴ്സിൽ. ഓക്കെ, സായൻ സാർ പെട്ട്. ധ്രുവം, അതൊരു മന്നാടിയർ അത്രയും പ്രായമുള്ള എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമുക്ക് ആരുണ്ട് ഇപ്പം അങ്ങനെ ചെയ്യാൻ. ഇപ്പോൾ ജോജു എന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ നമുക്ക് പറയാം. രൂപം പൊക്കെ വെച്ച് 6 അടി പൊക്കും എന്നൊക്കെ പറയാനുള്ളത്. വേറെ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ വെച്ചിട്ട് അങ്ങനെ ഒരു, അതാ ഞാൻ പറഞ്ഞത് കഥയിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങളെ, പല കഥാപാത്രങ്ങളും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാതെ പോയത് അന്നാത് കാലത്തുള്ള നടന്മാരുടെ ശരീരം ആകാരമൊക്കെ നമ്മളെ കഥാപാത്രങ്ങളെ ബാധിക്കും. എഴുത്തുകാരനും അതൊക്കെ നോക്കണം, സംവിധായകനും ശ്രദ്ധിക്കണമൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു ഭീമൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ആചാരഭാവം, അതല്ലേ വർണ്ണിച്ചിരിക്കുന്നത് ഇതിൽ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുമത്. അപ്പം അതിനാകെ നമ്മൾ പറഞ്ഞത് ചിലപ്പോൾ ഒരു മോഹൻലാൽ എന്ന് പറയാം. അല്ലാത്ത ഈ അഭിനയിക്കുന്നവരെല്ലാവരും ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കും, പക്ഷേ നമ്മൾ ഈ രൂപമുണ്ടല്ലോ അത് വലിയ പ്രാധാന്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ധ്രുവത്തിൽ അതുപോലെ ഒരു മന്നാടിയർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ജോജു അല്ല, അത് ഞാൻ പറഞ്ഞൊന്നും മാത്രമേ ആ രൂപത്തേക്കല്ല. വേറെ ഇപ്പോൾ ആരോടെ ഇപ്പോൾ നമ്മളിപ്പം നസ്ലാനെ പറയാൻ പറ്റുമോ? അല്ല, അനിയൻ മന്നാടിയർ ആരെയാക്കാൻ പറ്റും നമുക്ക്? അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നസ്ലാനും ദുൽഖറിനും ഒക്കെ നമുക്ക് ആരെ വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ അവരൊന്നും മോശമൊന്നുമല്ല. ഓക്കെ ഓക്കെ. ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസ് ഒക്കെ ഇപ്പോൾ വേണമെങ്കിൽ വിനീത് ശ്രീനിവാസൻ, അതെ, ബേസലിനെ വരെ ചെയ്യാമല്ലോ. അതിപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ ചെയ്യാം. അതൊന്നും അതൊക്കെ അവസ്ഥ അത് മനോഹരമായിട്ട് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് നമ്മുടെ മനസ്സിലില്ല, പക്ഷേ ആർക്കും അത് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. ഓക്കെ. മീനത്തിൽ താലികെട്ട് സൈലൻസ് ആണ്, പക്ഷേ എങ്കിലും അധികം ആരെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാം. അത് ദിലീപ് ഈ പറഞ്ഞ പോലെ അതും ബേസിലൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഷാർജ ടു ഷാർജ, പുതിയ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് ആരൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാലും ഇപ്പോൾ തിരിച്ചായി. അല്ല, ഒന്ന് ഇപ്പോൾ ഷാർജ ടു ഷാർജ ഇപ്പോഴത്തെ ഇതിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഏത് ആക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് ടൊവിനോ ആസിഫ് ആ ഒരു ഇതിൽ നോക്കാം. ടൊവിനോ, ആസിഫ് അലി,
ടോയിനയ്ക്ക് പറ്റും, ആ. നിവിൻ പോളിക്ക് പറ്റും, പറ്റും, പിന്നെ ആർക്കും പറ്റും. അതൊക്കെ സജർ വിട്ട് നിൽക്കുക, ആരെ വേണമെങ്കിലും എടുത്തു. അത് ആരെ വേണമെങ്കിലും ചെയ്യാം. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലാക്കാൻ കഥാപാത്രം അങ്ങനെ പതിഞ്ഞു പോയതുകൊണ്ടാണ്. പക്ഷേ അത് ആർക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ദ്രോക്ക് ആർക്കും ഇങ്ങനെ വേണം ചെയ്യാം. പക്ഷെ നമ്മുടെ മുമ്പിൽ അത് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണല്ലോ ഇപ്പോൾ രാഹുൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇപ്പോൾ ഷാജി സാറിന് ഞാൻ കുറച്ച് സിനിമകൾ പറയാം. ഓക്കെ, ഇത് എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ സിനിമയുടെ പേരേ പറയത്തുള്ളൂ. ഇത് റീ റിലീസ് ചെയ്യണോ വേണ്ടയോ, ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണം ഒറ്റ വാക്കിൽ, ചെയ്യണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ദ ന്യൂസ് ഫസ്റ്റ് സിനിമ റിലീസ് ചെയ്യണോ വേണ്ടയോ? വേണ്ട. വൈ എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തൊക്കെ പോയി. അത് ഇനി റീ റിലീസ് ചെയ്ത് ഒരു കാണിക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ കണ്ട സ്ഥാനമാണ്. അത് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഏകലവ്യനും കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡൽഹിയിൽ ഒരു ചന്ദ്രസ്വാമിയൊക്കെ ഉള്ള സമയമായിരുന്നു. അതൊക്കെ അതെല്ലാം ഇതേപോലെ റീ റിലീസിങ്ങിൻ്റെ ആവശ്യമില്ല. അത് പുതിയൊരു പ്രോജക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേണ്ട, ചെയ്യണ്ട. ഓക്കെ, ദ ഡോൺ വേണ്ട ചെയ്യണ്ട. എന്താ ഡോൺ എന്തുകൊണ്ട് ചെയ്യണ്ടെന്ന് പറയുന്നത്? അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും അത് ചെയ്ത് അന്നത്തെ സിറ്റുവേഷനിൽ ചെയ്യുന്നതല്ലല്ലോ ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു സാധനം ചെയ്യുന്നത്. കാരണം ഇൻസ്റ്റയിൽ ചില സമയത്ത് അതിൻ്റെ കട്ട്സ് ഒക്കെ വരുമ്പോൾ ഇപ്പോഴും ഭയങ്കര വ്യൂവേഴ്സ് ഉണ്ട് അതിന്. അതേ ഞാൻ പറഞ്ഞില്ലേ, അത് ആ സിനിമ കാണുന്നില്ലേ, അത് ഇപ്പോഴത്തെ 4K വെച്ചിട്ട് കണ്ടാലും ഒരാഴ്ചത്തേക്ക് അത് കാണുള്ളൂ. അതിന് വീണ്ടും അവർ പറയും ഇതിലോട്ടിട്ടോളാൻ പറയും. ഓക്കെ, ഡോക്ടർ പശുപതി വേറെ പാറ്റേൺ ചെയ്യാം. വേറെ പാറ്റേണിൽ റീ റിലീസ് വേണ്ട. ഓക്കെ, ആ സിനിമനെ വേറൊരു പാറ്റേണിൽ ചെയ്യാം. ഓക്കെ, അടുത്ത ഇത് ചോദിച്ചില്ലേ എന്നെ കൊല്ലും. ഓക്കെ, നരസിംഹം ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീ റിലീസ് ചെയ്യണോ വേണ്ടോ എന്ന് പറഞ്ഞാൽ അത് റീ റിലീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് കാണാത്ത മലയാളി ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. സിനിമാ പ്രേക്ഷകരിൽ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് കണ്ടാണ് അല്ലേ. നരസിംഹം 4K വെച്ചിട്ടുണ്ട് അവർ. ആൻ്റണി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റെഡിയാണ്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ഫസ്റ്റ് ഒരു ഇതായിട്ട് ചെയ്യൂ. ചെറിയ ഇപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻസിന് കുറച്ച് കാശ് ഉണ്ടാക്കണം. നരസിംഹം വന്നിട്ടിട്ട് ഒരു പ്രീമിയം ടിക്കറ്റ്സ് കൊടുത്ത് ആ ഫണ്ട് ഉണ്ടാക്കും, അല്ല റിലീസ് ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് നന്മ ഇത് ഉണ്ടാവട്ടെ അല്ലേ. നമ്മൾ ചുമ്മാ ഇങ്ങനെ തിയേറ്ററിൽ കൊണ്ട് കാണിക്കാതെ അതൊരു കുറച്ച് ആൾക്കാർ വേണ്ടിയിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്ത് പറഞ്ഞു എന്നിട്ട്? അയ്യോ അത് നല്ല സാധനമാണ് ചേട്ടാ, അത് നമ്മൾ ഞാൻ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണ്, കിട്ടലൻ തംസ് അപ്പ് ഐഡിയ ആണ്. ഓക്കെ, ചിന്താമണി കൊലക്കേസ് പുതിയ സാധനമാണ് ഞാൻ സാജനോട് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പുതിയ സാധനം സാജൻ എഴുതിയും കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് അതാണ് എൻ്റെ അടുത്ത മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഓൾറെഡി ഇപ്പോൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. ഞാൻ പറഞ്ഞു അത് ചിന്താമണിൻ്റെ മെയിൻ ആളെ കിട്ടിയിട്ടില്ലെങ്കിലേ അതിൻ്റെ ഞാൻ പറഞ്ഞു ജൂനിയർ LK എന്ന് പറഞ്ഞാൽ ഇറക്കാം, അങ്ങനെ അത് ഇറക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റിലാണ് അതിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നത്. അത് താരത്തിൻ്റെ പ്രശ്നമേ ഇല്ല. ഓക്കെ, ആ രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ, സെയിം കോംബോ തന്നെയാണോ ഷാജി കൈലാസ്, AK സാജൻ, സുരേഷ് ഗോപി? ഞാൻ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹം എനിക്ക് തരണമെന്ന്. അദ്ദേഹം ആർക്ക് കൊടുക്കുന്ന അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇത് ചിന്താമണി കൊലക്കേസ് 2 നമുക്ക് എന്നത്തേക്കപ്പോൾ പ്രതീക്ഷിക്കാം? വലിയൊരു ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞു, ഭയങ്കര പ്രകമ്പനം കൊള്ളുന്ന കാര്യം പറഞ്ഞു. വേണമെങ്കിൽ ജൂനിയർ LK എന്ന് പറഞ്ഞു. അതാരും ചെയ്യുന്നു ചോദിച്ചു. ജൂനിയർ ആണെങ്കിൽ ജൂനിയർ LK മനസ്സിലുണ്ടോ ആരെങ്കിലും? ജൂനിയർ LK മനസ്സിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിള്ളേരെ വെച്ച് ചെയ്താൽ തകർക്കും. അതെ, ഞാൻ പറയില്ല, ആ സ്ക്രിപ്റ്റിനാണ് എനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓൾറെഡി നറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതോ ലൈക്ക് ഇപ്പൊ ജസ്റ്റ് എഴുതി വെച്ചിട്ടേ ഉള്ളൂ? എഴുതി സീൻ ബൈ സീൻ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. അല്ല, അത് അദ്ദേഹത്തിന് തിരക്കും. ഇപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ, പിന്നെ അതിൻ്റെ ഒരു അത്യാവശ്യം കോസ്റ്റൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു, നമ്മളിത് ഇനി മാറിപ്പോണ്ടോ എന്ന് പറഞ്ഞാൽ കഥ ഒരു കാലഘട്ടം മാറിക്കഴിഞ്ഞാലേ അതിന് പ്രസക്തി നഷ്ടപ്പെടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് ബിസിയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ജൂനിയർ LK അതെ, മറ്റേ LK നമ്മൾ വേണമെങ്കിൽ ക്യാമിയോയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഷാജാന്റെ പടങ്ങളിനകത്തെല്ലാം തന്നെ ഒരുപാട് ജസ്റ്റേഴ്സ്, ഇപ്പോൾ ഉദാഹരണം തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്, ഇത് പിന്നെ നാട്ടുരാജാവിലും നരസിംഹർക്ക് ഇങ്ങനെ കൈ ചുരുട്ടുന്ന കുറേ ജസ്റ്റേഴ്സ് ഉണ്ട്. ലൈക്ക് അധികം സിനിമകളിൽ കാണാത്ത ജസ്റ്റേഴ്സ്. ഇപ്പോൾ മാക്സിമം ഉള്ള എല്ലാം ഇപ്പോൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇടിക്കുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ജസ്റ്റർ ഇപ്പോൾ TV വരുമ്പോഴത്തേനും കണ്ടിട്ട് ഇപ്പോഴും ഭയങ്കര ഫ്രഷ് ആകുന്ന, ലൈക്ക് സെൽഫ് ഒരു ഭയങ്കര നമുക്ക് പ്രൗഡ് തോന്നുന്നൊരു ജസ്റ്റർ ഉണ്ടോ ഇതിനകത്ത്? ഏതെങ്കിലും ആക്ഷൻ ഇത് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ല, അത് ഈ മോഹൻലാലിൻ്റെ ഒരു നരസിംഹത്തിനകത്തൊരു തിലകേട്ടൻ ആയിട്ടുള്ളൊരു സീനുണ്ട്, അച്ഛനും മകനും തമ്മിലൊരു. അതിനകത്ത് ഞാൻ ഒരു പ്ലേ ചെയ്തിട്ടുണ്ട്, ഒരു കൊറിയോഗ്രാഫി പ്ലേ. അതിനകത്താണ് ആ കൈയുടെ ഇങ്ങനെ വരുന്നൊരു സാധനമുണ്ട്, കൈ ഇങ്ങനെ. അത് അയാളുടെ ഉള്ളിലുള്ള സാധനം ആ കയ്യിലിങ്ങനെ അടക്കി വയ്ക്കുകയാണത്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ അവിടെ കൊടുത്തപ്പോൾ അതാണ് ആ ഹൈലൈറ്റ് ആയത് ആ സിനിമയ്ക്ക്. ആ സീനിന്. തിലകേട്ടൻ മത്സരിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും.
രണ്ടുപേരും ഇങ്ങനെ ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇയാൾ ഒരു ജനറേഷൻ്റെ അടുത്ത് അയാൾ കീഴ്പ്പെടുന്നത് പോലെയാണ്. അച്ഛൻ്റെ ഒരു വേറൊരു ജനറേഷൻ. ഇപ്പോഴത്തെ കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ എന്ത് പറഞ്ഞാലും മനസ്സിലാവത്തില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതിന് എതിർക്കാനും പറ്റത്തില്ല. അപ്പോൾ സ്വയം കടിച്ച് പിടിച്ച് പല്ല് കടിക്കുന്ന പോലെയല്ല, ആ കൈ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഞാൻ അത് കണ്ടതല്ല, അത് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചില്ല. ഈ ഡയലോഗ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മോഹൻലാലിൻ്റെ ബാക്കിൽ നിന്ന് സജഷൻ ഷോട്ടിൽ തിലകേട്ടൻ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇയാളുടെ കൈ ശ്രദ്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ഇയാളുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ആ ഷോട്ട് എടുത്താണ്. ഇപ്പോൾ ഈ ഇത് എന്താണ് കിങ്ങിനകത്ത് കൈ മുടി ഇങ്ങനെ വിടുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഭരതേട്ടൻ്റെ കൂടെ പോയി കുറേ ദിവസം ഉണ്ടായിരുന്നു. ഭരതേട്ടൻ്റെ വീട്ടിലും ഭരതേട്ടൻ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ ഭരതേട്ടൻ എപ്പോഴും കുറച്ച് മുടി നീട്ടി വളർത്തിയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇങ്ങനെ മുടി ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാനത് ഭയങ്കര എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഷൂട്ടിങ്ങിന് ഇദ്ദേഹം വന്നപ്പോൾ എന്ത് ഗസ്റ്റേഴ്സ് ഇയാൾ ഇടും എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ രഞ്ജി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് ഇപ്രാവശ്യം നീ എന്ത് ചെയ്യാൻ പോകുന്നു, മറ്റേ കൈ ചുട്ടുക അത് ചെയ്യുക അതൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം വന്നപ്പോൾ ഈ മദ്രാസ് നോർത്ത് പാച്ചിക്കട പടം അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂർ നോർത്ത് എന്ന് പറഞ്ഞു. അതിൻ്റെ സ്ഥലത്ത് നിന്ന് അവിടെ ഒരു നല്ലൊരു ഇങ്ങനെ മുടി വളർത്തിയത്. അപ്പം കണ്ടിന്യൂറ്റിയാണ്, അതൊരു ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ആകുമ്പോൾ ഇത് മുടി വെട്ടാൻ പറ്റിയിട്ടില്ല. കളക്ടർ മുടി വളർത്തില്ലല്ലോ, അപ്പം ഇങ്ങനെ കിടക്കല്ലേ. ആ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അത് ശരി. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴിങ്ങനെ ആക്കുന്നത് അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഒബ്സർവേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്ത് ഓരോരുത്തരെ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുക, അവരുടെ സീൻ കഴിഞ്ഞിട്ടും ആ സീൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും കുറച്ച് മുമ്പ് അതിങ്ങനെ ഒരു സാധനം ചെയ്തു, അതെപ്പോൾ ചെയ്തു, ഞാൻ പറയും അങ്ങനെ ഒരു സാധനം ചെയ്തു, ഇതങ്ങ് ചെയ്യാൻ പറയും. അപ്പോൾ കൈ ഇയാൾ മൂടി വയ്ക്കും എൻ്റെ അടുത്ത്, കാല് വരെ മൂടി വയ്ക്കും പുള്ളി. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പുള്ളി അപ്പോൾ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊരു രസമല്ലേ. പുള്ളി ഇനി എന്തുകൊണ്ട് എടുക്കാൻ. ഇപ്പോൾ നരസിംഹ സമയത്ത് ഞാൻ ലെഗിൻ്റെ ഇവിടെ വെച്ച് ലോ ആംഗിൾ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്താണ് പുള്ളി ഇങ്ങനെ എന്തോ കാല് വെച്ചിട്ട് ഇങ്ങനെ ആക്കി, അല്ല കാല് വെച്ച് ഇങ്ങനെ ആക്കി ഇങ്ങനെ റബ്ബ് ചെയ്തു, ചൊറിയുന്ന പോലെ റബ്ബ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ഈ ഷോട്ടിന്. അപ്പം ഞാൻ പറയാം അത് ചെയ്യൂ അതൊരു ഷോട്ടായി, അതങ്ങ് ഷോട്ടായി. എന്ന് പറഞ്ഞാൽ ഈ മറ്റേ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ തയ്യാറെടുക്കത്തില്ല. അപ്പോൾ അതിന് മുമ്പേ അയാൾ പുള്ളി നിന്നിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതാ പറഞ്ഞു, ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ്, അല്ലാതെ നമുക്കൊന്നും നമ്മൾ സ്വന്തമായിട്ട് അത് പ്ലാൻ ചെയ്ത് സ്റ്റോറി ബോർഡ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല. ആ സമയത്ത് ദൈവത്തിന് ഇടപെടൽ എന്ന് പറയത്തില്ലേ, ചില സമയത്ത് ദൈവം ഇടപെടും. അങ്ങനെ ഇടപെടുന്ന സംഭവമാണ് അത്. നമുക്ക് പോലും അറിയത്തില്ല അതങ്ങനെ ഷോട്ട് കിട്ടുമെന്ന്. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ഹോംവർക്കൊക്കെ ചെയ്യാൻ നേരത്ത് ബാക്കിൽ ഇങ്ങനെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കുമല്ലോ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. ഇതുപോലെ നീക്കത്തിൻ്റെ സെറ്റിൽ ചെന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് സൂപ്പർവൈസിങ് കാര്യങ്ങളുണ്ടാവും? ഇല്ല, ഞാൻ പോയിട്ടേ ഇല്ല. എന്ന് പറയുമ്പോൾ ഞാൻ 2 പ്രാവശ്യം പോയി, അവന് വിളിക്കുമ്പോൾ പോയി, ഞാൻ ബ്രേക്ക് സമയത്ത് പോയിട്ട് വന്നു. അപ്പോൾ കുറേ സീൻസ് കാണിച്ചു തന്നിട്ട് ഞാനങ്ങ് പോയി. എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെട്ടിട്ട് ഇനി അവസാനം അത് പറയാമല്ലോ, അച്ഛൻ വന്ന് ഷൂട്ട് ചെയ്തായിരിക്കും എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കഥ പോലും കേട്ടിട്ടില്ല. കഥ പോലും കേട്ട് എൻ്റെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എന്തെങ്കിലും സജഷൻ പറഞ്ഞു അവൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടിരിക്കുമ്പോഴേ ഞാൻ എൻ്റെ ആയിട്ടൊരു പാറ്റേൺ കൊണ്ട് കേട്ടണ്ട അതിനകത്ത്. മനസ്സിലായി. ഇപ്പോൾ പൊതുവേ പറയാറുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ജനറേഷനിലെ ആക്ടേഴ്സ്, ഇപ്പോൾ ന്യൂ ജനറേഷൻ ആക്ടേഴ്സൊക്കെ തന്നെ പ്രീവിയസ് ജനറേഷനായിട്ടുള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഒരുപാട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഡേറ്റ്സ് കൊടുക്കുന്നില്ല എന്നുള്ളത് പൊതുവേ ഇങ്ങനെ നമ്മൾ ഔട്ട്സൈഡ് ഇൻഡസ്ട്രി നമ്മൾ കേട്ടിട്ടുണ്ട്. സിനിമയെക്കുറിച്ചുള്ള ചില സിനിമകളിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ സംഭവമുണ്ട്? പുതിയ ജനറേഷനിലെ ആക്ടേഴ്സിനൊരു പ്രീവിയസ് ജനറേഷനിലെ ഡയറക്ടേഴ്സ് റൈറ്റേഴ്സിനോടൊരു ഡേറ്റ് കൊടുക്കുന്നതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അല്ല, അത് പ്രകടമായിട്ടൊന്നും അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതൊരു വർക്കിംഗ് ആണല്ലോ. നമ്മൾ ഒരു ദിവസത്തെ വർക്ക് ചെയ്ത് പോകുന്നല്ലോ, ഓരോ മാസങ്ങൾ ഒരേ വേവ് ലെങ്ത്തിൽ പോവല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ വീടുകൾ നോക്കിയാൽ അച്ഛൻ്റെ കൂട്ടുകാരോട് എത്ര മക്കൾ സംസാരിച്ചിരിക്കും. ഞാൻ നമ്മൾ സംസാരിക്കുന്നവരുണ്ട്. ഞാൻ മസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മനസ്സിലായി. അച്ഛനും അമ്മയടുത്ത് കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ അങ്ങനെ ശീലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ശീലമായിരുന്നു ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അച്ഛനെ വിടൂ, 2 വയസ്സോ 3 വയസ്സോ മൂത്തത് ചേട്ടൻ്റെ പോലും
അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ഒരു അതിന് ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുമെങ്കിൽ പോലും ഇപ്പോൾ പലർക്കും അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ഭയം കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇപ്പം ഈ മാസ്റ്റേഴ്സിൻ്റെ ഇതിനൊരു സാധനം പറയും, കടുവ എന്നൊരു പടത്തിൽ നമ്മുടെ അർജുൻ അശോക് ഉണ്ട് ഒന്ന്. അപ്പോൾ അർജുൻ അശോക് വന്നിട്ട് ഈ സീൻ നമ്മൾ പറഞ്ഞു കൊടുക്കും, സാർ 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 എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അടുത്തിരിക്കാതെ അങ്ങ് ചെയർ കൊണ്ടിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ചെയർ ഇട്ടിരിക്കുകയാണ്. ഞാൻ അയാളെ വിളിക്കാൻ പറയും ഇങ്ങോട്ട്, മോനെ എന്താണ് അവിടെ പോയിരിക്കുന്നത്? അല്ല സാർ ഞാൻ ഇവിടെ ഇരിക്കേ എന്നാലേ എനിക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ, എന്നാലേ നമ്മളൊരു ഫ്രണ്ട്സ് ആകാൻ പറ്റുള്ളൂ. അച്ഛൻ്റെ കൂടെ ഡയറക്റ്റ് ചെയ്ത ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹരീഷ് അശോകൻ്റെ വേറെ, ഇത് നമ്മുടെ ഡയറക്ടർ നമ്മുടെ ടീമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇവിടെ ഇരിക്കും. അന്നേരം അവർ ആ അകൽച്ച ഇപ്പോഴും കാണിക്കുന്നുണ്ട്, അത് പേടിച്ചിട്ടാണ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ അവരെ കൊണ്ട് ഇവിടെ ഇരുത്തി. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളിപ്പോഴത്തെ ദീപക് വരുമ്പോൾ അങ്ങനത്തെ കുറേ ഇപ്പോഴത്തെ പുതിയ കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്തത്. അവരെല്ലാം ദൂരെ പോയിരിക്കുമ്പോൾ ഞാൻ എല്ലാവരും വിളിച്ച് ഇവിടെ ഇരുത്തി സംസാരിക്കും. നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മളെ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ സംഭവങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എനിക്ക് അതനുസരിച്ച് ഷോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. ദൂരെ ഇരുന്ന് എനിക്ക് ടെൻഷനാണെന്ന് പറയും, എല്ലാവരും പിടിച്ചിരുത്തും. ചെറിയൊരു അതിർ വരുമ്പോൾ അതങ്ങ് അത് പോയാൽ മതി. എല്ലാവരും ആരും അങ്ങനെ മാറി നിൽക്കുന്നല്ല. പിന്നെ ഈ പറഞ്ഞ പലപ്പോഴും സാഹചര്യം ഉണ്ടാവാതെ പോകുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരാൾ ശ്രമിക്കുന്നില്ല ഇവരെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ. അതിന് ഒരു ആൾ കുറച്ച് പേര് ഇറങ്ങി തിരിച്ചാൽ നല്ലതാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ വന്ന് കയറുമ്പോൾ ചാടി എണീറ്റ് ഇങ്ങനെ നിൽക്കുക, അത് ഞാൻ പറയും അത് ഇന്ന് ഇഷ്ടമല്ല, അത് അവിടെ ഇരിക്കവിടെ. നമുക്കൊരു സന്തോഷം, നമ്മൾ ഒരേപോലെ ഈക്വൽ ആവും, എന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ മാറ്റരുതേ, നിങ്ങളാണ് ഞങ്ങളെ മാറ്റുന്നതെന്ന് പറയും. അവർക്ക് ഭയങ്കര അത്ഭുതമാണ്, ഷാജി സാർ ഇത്ര സീനിയർ ഇത് പുള്ളി ഇങ്ങനെ പറയുന്നത് അവർക്ക് ഭയങ്കര അത്ഭുതം. അങ്ങനെ മാറ്റിയെടുത്താണ് ഞാൻ, കുറേ ആൾക്കാരെ മാറ്റിയെടുത്തു. ഞാൻ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതിപ്പം എഴുത്തുകാർക്ക് പെട്ടെന്ന് സാധിക്കും അത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് എളുപ്പമാണ്, അങ്ങനെ പാടൊന്നുമില്ല. പിന്നെ ഇത് പറയുന്ന പോലെ നമ്മളൊന്ന് അവരെ ഒന്ന് അവർക്ക് പ്രശ്നമല്ല നമ്മളെ തോന്നിപ്പിച്ചെടുക്കണമല്ലോ. അത് തിരുവ പണിയെടുക്കേണ്ടി വരുന്നുള്ളൂ. അവർക്ക് ആദ്യത്തെ പേടിയും മടിയൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോകും. അതും പിന്നെ സന്തോഷമുള്ള കാര്യം അത്. ഇപ്പോൾ ഡയറക്ടർ ഷാജി കൈലാസിനോട് ചോദിച്ചു വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് ഡ്രീം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കുറേ ഡ്രീംസ് ഉണ്ട്, പക്ഷേ അത് ഡ്രീമായിട്ട് തന്നെ നിൽക്കുകയാണ്, അത് ഇങ്ങോട്ട് പ്രാവർത്തികമാവുന്നില്ല. അതിലൊരു ഡ്രീം എന്താണ്? ഒരു ഡ്രീം പറയാൻ പറഞ്ഞ എന്ത് പറയും? അങ്ങനെയൊന്നുമില്ല. ലാസ്റ്റ് ടെമ്പറർ എന്നൊക്കെ പറഞ്ഞ സിനിമ പോലെ എടുക്കണമെന്ന് ആഗ്രഹം. ലാസ്റ്റ് ടെമ്പറർ പറഞ്ഞു, ഓ അതുപോലത്തെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യാം, അത് സ്വപ്നത്തിൽ തന്നെ നിൽക്കുക, ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നില്ല. ചില സ്വപ്നം കണ്ടിട്ടില്ലേ, നമ്മൾ സ്വപ്നം കാണും, അവിടെ ആളെ ഓ ഞെട്ടിയാണേലും ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, കാണാമല്ലോ. എല്ലാവരും അങ്ങനെയാണ്, ഞെട്ടിയാണേക്കും ഞങ്ങൾക്ക് ആ സ്വപ്നം തീർന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ നല്ല ലോകത്തിരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും എല്ലാവർക്കും ഉണ്ട് സ്വപ്നങ്ങളും. നമ്മുടെ മുമ്പിൽ സാധാരണ മനുഷ്യൻ 99% പേരും എന്താണ് ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കാൻ പറ്റണം, അല്ലേ? എല്ലാം നന്നായി ജീവിക്കണം, അതാണ് അവരുടെ സമാധാനം എന്ന് പറയുന്നത്. പിന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാവണം, എല്ലാം. അപ്പം പണം വരുമ്പോൾ തന്നെ അതെല്ലാം കുറേയൊക്കെ സാധിച്ചു. പിന്നെ ആരോഗ്യം എല്ലാം ആയി കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഏത് മതക്കാരും പ്രാർത്ഥിക്കുന്ന 99% നമ്മളൊന്ന് ഫിൽറ്റർ ചെയ്താൽ ദൈവം ചിരിച്ചു പോകും. നല്ലൊരു ബാങ്ക് മാനേജർക്ക് സോൾവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ, മനസ്സിലായില്ലേ? അതെ, ഏതൊന്നും ആലോചിച്ച് നോക്കും. അതൊന്ന് വേറെ സ്ഥലത്തൊന്ന് കേട്ട് നോക്കിയാലേ നല്ല ഒരു ICICI ബാങ്കിനോ റിസർവ് ബാങ്കിനോ ഒക്കെ തീർത്ത് തരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അദ്ദേഹത്തോട് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാവരും ചെന്ന് ഇത് ചോദിക്കില്ലേ ദൈവത്തിനടുത്ത്, ദൈവം എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമോനെ, ദിവസമായല്ലോ ഇതെന്നെ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ചെന്നിട്ട് അയൽവക്കത്തെ വീട്ടിലെ കുട്ടിക്ക് 1-ാം റാങ്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ മകനോ മകൾക്കോ അനിയനോ ഒക്കെ പ്രാർത്ഥിക്കുന്നതല്ലേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് നമ്മുടെ ഫിലോസഫി പറയുന്നതും. എൻ്റെ മകൻ തോറ്റുപോയാലും അപ്പുറത്തെ കുട്ടി ജയിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ മകൻ ജയിച്ചാൽ മതി, അവന് കിട്ടട്ടെ, അങ്ങനെ പറയുന്ന ആ ഒരു അവസ്ഥയിൽ എത്തുകാനാണ് യോഗിമാരൊക്കെ നമ്മോട് പറയുന്നത്. അതൊരിക്കലും എത്താൻ സാധാരണ എന്നെക്കൊണ്ട് പറ്റില്ല. മനസ്സിലായില്ല, എത്ര വായിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാവിധ സ്വാർത്ഥതയും വികാരങ്ങളും ഒക്കെ ഉള്ളവനാണ് നമ്മളൊക്കെ. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നല്ല ഭക്ഷണം കാണുമ്പോൾ, നല്ല വസ്ത്രം കാണുമ്പോൾ, നല്ല ഫോൺ കാണുമ്പോൾ, നല്ല കാറ് കാണുമ്പോൾ, ഇതൊന്നും തെറ്റും കുറ്റമൊന്നുമല്ല. നമ്മൾ പറയത്തില്ലേ, നാളെ റിലീസാണ്, അമ്പലത്തിൽ പോയി ഒന്ന് നേരത്തെ ഇട്ടേക്കും. അത് വല്ലാത്തൊരവസ്ഥ ഉണ്ട്. അദ്ദേഹത്തെ കൊണ്ട് കുറച്ച് ചില്ലറ കൊടുത്താൽ ഇത് ഓക്കെ ആക്കുന്നില്ല. അതൊക്കെ ജീവിതത്തിൽ അങ്ങനെ ആയിപ്പോയി നമ്മളെ സമൂഹത്തിൽ. തെറ്റല്ല, തെറ്റൊന്നല്ല, അതൊക്കെയാണ് ശരികളും. ഇപ്പം നമ്മൾ സ്ഥലത്ത് പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഇവിടെ എന്താണ് പ്രാധാന്യം. ഇവിടെ ഒരു ഇങ്ങനൊരു സംഭവം നിങ്ങൾ നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാണിക്കേറ്റിട്ട് പോയാൽ ആ ഒരു സംഭവം കിട്ടും. ഓക്കെ, നമ്മൾ അത് ചെയ്യാം. നമ്മൾ സക്സസ് ആണ് അവിടെ നോക്കേണ്ടത്. സാധാരണ മനുഷ്യൻ ഞാൻ പറഞ്ഞത് പണം കൊണ്ടല്ല, സാധാരണമായി ചിന്തിക്കുന്നവരാണ് ലോകത്തിൽ 99% പേരും. അപ്പം അവർക്ക് വിശ്വസിക്കാൻ അമ്പലവും പള്ളിയൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയും ലോട്ടറി ഇത്രയും എടുക്കത്തില്ല ആൾക്കാർ. അതെ, 500 രൂപ 30 കോടി എന്ന് പറഞ്ഞാൽ ഇടിച്ചു തള്ളാണ്
ലോട്ടറി എടുക്കാൻ. അതെന്താണ് അവരുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് വരുന്ന സാധനം അതല്ലേ. കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടതല്ലേ, ഉലഞ്ഞു പോയില്ല എല്ലാ കുടുംബങ്ങളും. അപ്പം ഇത് പറയുന്ന പോലെ ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ വളരെ നിസ്സാരക്കാരാണ്. ഒരു സിനിമ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് വിജയിക്കേണ്ടത് പരാജയപ്പെടണമെന്ന് ആരും ആഗ്രഹിച്ചിട്ടല്ലോ ഇത് ചെയ്യുന്നത്. വിജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രൊഡ്യൂസർക്ക് പണം തിരിച്ച് കിട്ടണം, എല്ലാവരും ഹാപ്പി ആവണം എന്നൊക്കെയാണ്. പക്ഷേ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് അങ്ങനെ വിശ്വസിക്കുകയും പ്രവർത്തിക്കാനേ പറ്റൂ. പിന്നെ എല്ലാം വിധിക്കുകയാണ് നമ്മൾ ഇതാവുന്നത്. ചിലപ്പോൾ എന്തും സംഭവിക്കാം. തീർത്ഥം കൈ കൊടുക്കുകയാണ് നമ്മൾ, നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി അവരെന്ത് പറയുന്നു അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് ബേസിക് ആയിട്ടുള്ളതിന് അപ്പുറം എന്ത് കിട്ടിയാലും ബോണസ് ആണെന്നുള്ള അത്രേ ഉള്ളൂ. അത് അങ്ങനെ ആഗ്രഹിക്കുക. മറ്റൊന്ന് അതോടെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഒരാളെ ക്രൂരമായി അതിനെ വിമർശിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരാരും തന്നെ അങ്ങനെ ആവാൻ വേണ്ടി അല്ല അത് ചെയ്തത്. നേരത്തെ ഞാൻ പലപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, നമ്മൾ ഈ പറയുമ്പോൾ ഈ കലയൊക്കെ അങ്ങനെ ക്രൂരമായി വിമർശിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കലയെ മാത്രം ഇങ്ങനെ വിമർശിക്കുന്നത്? ഒരാൾക്ക് പണമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നുണ്ടോ? മനസ്സിലായി. ക്രിയേറ്റീവ് ആർട്ട് ഫോംസിന് മാത്രമേ ഉള്ളൂ അല്ലേ? അത് വല്ലാത്തൊരു അത് അവരെന്തോരം സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. പറയാൻ എളുപ്പമാണ്. അവരുടെ ലൈഫ് മുന്നോട്ട് തന്നെ പോകുന്ന ചിലപ്പോൾ പ്രശ്നമായിട്ട് വരും ഈ വിമർശനം കൊണ്ട്. എന്ന് പറഞ്ഞാൽ അയാളെ നശിപ്പിച്ചില്ലാതാക്കിയില്ലേ. എന്നാൽ വിമർശിക്കേണ്ടെന്നല്ല പറയുന്നത്, വിമർശിക്കുക തന്നെ വേണം, കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. അത് അത്രേ ഉള്ളൂ. അതിപ്പോൾ അതുപോലെ നമ്മൾ സിനിമയിലൂടെ ആണെങ്കിൽ പോലും നമ്മൾ അതിനൊരു അതിർവരമ്പ് വെക്കണം. ഇപ്പം നമ്മൾക്കൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സിനിമയിലൂടെ നമുക്ക് എന്തും പറയാമെന്നുള്ളതല്ല. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വില്ലന്മാരുടെ കാര്യത്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുക, എവിടം വരെ പറയാം. അത് ചിലപ്പോൾ ആരെങ്കിലൊക്കെ ആയിരിക്കും ആർക്കൊരു സാമ്യം ഉണ്ടെന്നൊക്കെ ചിലപ്പം തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. അപ്പോൾ അവിടെ നമ്മളൊരു അതിർവരമ്പ് ഉണ്ടാവണം. അത് വേണ്ട, അത്രയും വേണ്ട, അത് അവരെ വേദനിപ്പിക്കും എന്നുള്ളത്. അത് ചിന്തിച്ചിട്ട് നമ്മൾ മനുഷ്യരല്ല, അതെന്തോ ആവട്ടെ. അപ്പോൾ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഷാജിയുടെ ഷോട്ട് വയ്ക്കുമ്പോൾ ഷാജിനോട് താൻ എഴുതി വയ്ക്കും, ഇതിന്നിട്ട് താൻ മാറിക്കളയും. ഇതെടുക്കുമ്പോൾ ഇയാൾക്ക് മനസ്സിലായില്ല. അപ്പോൾ എനിക്കറിയാൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന്. കാരണം ഈ ക്രൂരത ചിത്രീകരിക്കാൻ ഭയങ്കര പാടാണ്. ഇത് നമ്മൾ കാണുന്ന ത്രില്ലൊന്നും ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? അത് ക്രൂരത തന്നെയാണല്ലോ. അതെ, അത് ആ സമയത്തൊക്കെ ഷാജി ഭയങ്കര ഡിസ്റ്റർബ് ആവും, ദേഷ്യം കൂടും. എന്നിട്ട് എന്നെ നോക്കിയിട്ട് നമ്മളെല്ലാം എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കഷ്ടപ്പാടാണ്. കുത്തി കൊല്ലുക, അത് ചെയ്യുക, ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ടെൻഷൻ തലയിറത്ത് എറിയുക എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. ഇത് നമ്മൾ അതൊരു എല്ലാവർക്കും ഇത് കാണുന്നവൻ പറയുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന അതേ ഇത് എടുക്കുമ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ വരവ്, തിയേറ്ററിലെ ആൾക്കാരുടെ ഒരു വരവ് തന്നെ സൃഷ്ടിക്കട്ടെ, വൻ തോതിൽ വരവ് വരട്ടെ എന്ന് പറയാം അല്ലേ? ഇപ്പോഴും നമ്മൾ പ്രാർത്ഥനയോടെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതെ, അതെ സിനിമയ്ക്ക് അങ്ങനെയാണല്ലോ. നമുക്ക് പുറത്ത് നമ്മുടെ ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ കാണുന്ന പ്രേക്ഷകനായിട്ടാണ്. ഓക്കെ, ഈ കലയെ ഈ സിനിമ നമ്മൾ കാണുന്ന പ്രേക്ഷകനായിട്ട് ഇനി കാണുന്നത്. അപ്പോൾ നമ്മൾക്കും ചിലപ്പോൾ ഈ പ്രേക്ഷകർ പറയുന്ന അതേ അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തും. അതാണ് ഇതിൻ്റെ ഒരു മായ. മനസ്സിലായി. ഈ ഒരു കൺകെട്ട് പലപ്പോഴും നമ്മൾ തിയേറ്ററിൽ നിന്ന് ആദ്യം പിന്നെ ഈ ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കണം അവിടെയാണ്. അയ്യോ ദൈവമേ, ഇവിടെ മറ്റു സാധനം സിനിമയുടെ മാജിക് പലപ്പോഴും എനിക്ക് തോന്നി അതാണ് തോന്നിയിട്ടുണ്ട്. അതുപോലെ തോന്നാത്ത ഒരു വെളിപാട് അവിടെ ഉണ്ടാവുകയാണ്, തിയേറ്ററിലുണ്ടാവും. നമുക്കും അതെ, നമ്മൾ ഒരിക്കലും കൈയടിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അവർ കൈയടിക്കും, നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് അവർ ചിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഇതൊക്കെ മാറിയില്ലേ, ഇത് ദൈവമേ ഇത് ചിരിച്ചോ, അത് തന്നെയാണ് സിനിമയുടെ ത്രില്ലും. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് സിനിമ ടെക്നീഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ത്രില്ലും അത് തന്നെയാണ്. ഒരു ഇത് നമുക്ക് അറിയില്ല, അത് നമ്മൾ അപൂർണനായതുകൊണ്ട് നമുക്ക് പറ്റും ഒരിക്കലും അത് സാധിക്കില്ല. തിരുവനന്തപുരത്ത് ചിരിച്ചാലും കോഴിക്കോട് ചിരിക്കും അതേ സ്ഥലത്ത്. അപ്പം ഞങ്ങൾ ഞെട്ടും. അതങ്ങനെ ഒരേ മൈൻഡ് സെറ്റ്. കൈയടിക്കുന്ന സ്ഥലം അവിടെയും കൈയടിച്ചു, മനസ്സിലായി. അപ്പം നമ്മൾ കൈയടിച്ച് അതെങ്ങനെ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ ആസ് എ ഭയങ്കര മൂവി ലവറിനെ ഫോം ചെയ്തെടുത്ത് ഒരുപാട് സിനിമകളുടെ ഡയറക്ടറിനെ റൈറ്ററിനെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ കുട്ടികളുടെ കൂടെ നോക്കിയിരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM. അപ്പോൾ വരവ് ഈ നേരത്തെ പറഞ്ഞ പോലെ വൻ വരവ് തന്നെ ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM.